കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൻ്റെ ഇഫ് അങ്ങനത്തെ ഫോർ ലൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ബേസിക്കായിട്ട് എന്ത് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പൈത്തൺ ഫംഗ്ഷൻ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പുള്ള ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. മുഴുവൻ ഇതാക്കണമെന്നില്ല, കാരണം അത്രയും ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, വേസ്റ്റ് ചെയ്യണ്ട. കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കൊടുക്കരുത്, ഇങ്ങനെ നോട്ട് എഴുതിപ്പിക്കില്ല എന്നുണ്ട്. പിന്നെ പറഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ നോക്കിയത്, നമ്മൾ ഓരോ എക്സ്പ്രഷൻസൊക്കെ നോക്കി. അതേപോലെ എന്താണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെന്താ റേഞ്ച് ഫംഗ്ഷനും വൈൽ ലൂപ്പും, അതേപോലെ നെക്സ്റ്റ് വൈൽ ലൂപ്പും ഇൻഫിനിറ്റ് ലൂപ്പൊക്കെ നോക്കിയല്ലേ. അപ്പോൾ ഇന്ന് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഫംഗ്ഷനാണ്. എന്താണ് പൈത്തൺ ഫംഗ്ഷൻസ് എന്നുള്ളത്? അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് ആദ്യം ഒരു ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. അതായത് എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. എ ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് വിച്ച് ഇസ് ഓൺലി റൺ വെൻ ഇറ്റ് ഇസ് കോൾഡ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. എന്താണ്, എപ്പോഴാണ് ആ ബ്ലോക്ക് ഓഫ് കോഡിന് കോൾ ചെയ്യുന്നത്, അന്നേരം എന്താവും, അത് വർക്കാവും. ഫംഗ്ഷൻ ഹെൽപ്പ് ബ്രേക്ക് അവർ പ്രോഗ്രാം ഇൻ ടു സ്മോളർ ആൻഡ് മോഡുലാർ ചങ്ക്സ്. ഫംഗ്ഷൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കിയിട്ട് ഒരു മോഡുലർ ചങ്ക്സ്. മോഡുലർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ ആക്കി ആക്കാൻ പറ്റും. ആസ് അവർ പ്രോഗ്രാംസ് ഗ്രോസ് ലാർജർ ആൻഡ് ലാർജർ, ഫംഗ്ഷൻസ് മേക്ക് ഇറ്റ്സ് മോർ ഓർഗനൈസ്ഡ് ആൻഡ് മാനേജബിൾ. അപ്പോൾ ഈ നമ്മളെ പ്രോഗ്രാം വലുതാവുന്നതോടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും സെക്ഷനാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഏത് ആവശ്യമുള്ള സമയത്താണ് അത് കോൾ ചെയ്താൽ മതി. പിന്നെ പറയുന്നത് ഫംഗ്ഷൻ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടേക്ക് ഇൻപുട്സ്, ഡു സം സ്പെസിഫിക് കമ്പ്യൂട്ടേഷൻ ആൻഡ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ത് ഇൻപുട്ട് എടുത്തിട്ട് എന്ത് ഓപ്പറേഷനാണോ അല്ലെങ്കിൽ എന്ത് കമ്പ്യൂട്ടേഷനാണോ ചെയ്യാനുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് എന്ത് ഫംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദ ഐഡിയ ഈസ് ടു പുട്ട് സം commonly or repeatedly done task together and make a function, so that instead of writing the same code again and again for different inputs we can call the function. അതായത് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നത്, ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ, ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതുപോലെ യു ക്യാൻ പാസ് ഡാറ്റ ആസ് പാരാമീറ്റേഴ്സ് ഇൻ ടു ഈ ഫംഗ്ഷൻ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനിലോട്ട് വേണം എന്ത് ചെയ്യുക, ഡാറ്റ വേണമെങ്കിൽ പാസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫംഗ്ഷനിലോട്ട് ഡാറ്റാസ് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ബ്രീഫായിട്ട് അടുത്ത എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഡാറ്റ ആസ് എ റിസൾട്ട്. അതായത് ഒരു ഫംഗ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഡാറ്റ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ വേണമെങ്കിൽ സ്വീകരിക്കുക. അതായത് ഫംഗ്ഷൻ്റെ വർക്കിംഗ് ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും റിസൾട്ട് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ റിട്ടേൺ ടൈപ്പിൽ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ജസ്റ്റ് നോക്കാം, നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് എന്നുള്ള ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഡെഫ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്. നിങ്ങൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്തെന്ന്, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്, ബോഡി ഓഫ് ഫംഗ്ഷൻ അല്ലേ, ഇത് പഠിച്ചിട്ടുണ്ടാവും. എന്തെന്ന്, ഒന്ന് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്, ബോഡി ഓഫ് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ഇതുണ്ടാവുക. പക്ഷേ ഇതിൽ ഡെഫ് എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, ഫംഗ്ഷൻ്റെ പേര്, പിന്നെ നമ്മൾ എന്ത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ, എന്ത് ഡാറ്റാസാണ് നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ഈ പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഡോക്ക് സ്ട്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ പ്രോഗ്രാം നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, ഡോക്ക് സ്ട്രിങ് എന്നുള്ളത്. ഡോക്ക് സ്ട്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാണ്, ഇപ്പം നമ്മൾ ഡോക്ക് സ്ട്രിംഗ് എന്നുള്ള നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു കമൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡോക്ക് സ്ട്രിംഗ്. അതാണ് എന്ത് ഡോക്ക് സ്ട്രിംഗ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ആ ഫംഗ്ഷനിലുള്ള നമ്മൾ പറഞ്ഞ ബ്ലോക്ക് ഓഫ്
എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫ് എന്നുള്ള കീവേഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫംഗ്ഷൻ്റെ പേര് എന്ത് പാരാമീറ്റേഴ്സാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ഡോക്ക് സ്ട്രിങ്. അത് ഡോക്ക് സ്ട്രിങ് എന്നുള്ള എന്താണ് ഓപ്ഷണലാണ്, നമുക്ക് നിർബന്ധമൊന്നുമില്ല കൊടുക്കും. പക്ഷേ എന്താണ് ഒരു ബെറ്റർ പ്രോഗ്രാമർ അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാമർ എപ്പോഴും എന്ത് ചെയ്യും, കമൻസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ എന്ത് ഇൻസ്ട്രക്ഷൻസാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിനാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡെഫ് എന്നുള്ള എന്താണ് കീബോർഡാണ്. അപ്പോൾ ഗ്രീറ്റ് എന്നാണ് എന്ത് ഫംഗ്ഷൻ്റെ പേര്, നമ്മൾ പാസ് ചെയ്യുന്നത് നെയിം എന്നുള്ളൊരു വേരിയബിളാണ്. അത് നമ്മൾ എന്ത് ചെയ്ത് ഡോഗ് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഫംഗ്ഷൻ ഗ്രീറ്റ്സ് ടു പേഴ്സൺ പാസ്ഡ് ആസ് എ പാരാമീറ്റർ. ഈ ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രീറ്റിങ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിൻറ്റ് ഹലോ പ്ലസ് നെയിം ഗുഡ് മോർണിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻറ്റ് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്നുള്ള നമ്മൾ എന്ത് പാരാമീറ്ററാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ആ നെയിമിലോട്ട് ഇപ്പോൾ ഇർഷാദ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ ഇർഷാദ് ഗുഡ് മോർണിംഗ് എന്ന് എഴുതി പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ആ പാരാമീറ്റർ എന്താണോ ആ പാരാമീറ്റർ എന്ത് ചെയ്യും അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് എന്തൊരു ഫംഗ്ഷൻ്റെ സിൻടാക്സും എക്സാമ്പിളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ആ ഇതിലുള്ള ഓരോന്നും എന്ത് കാറ്റഗറിയാണ് നോക്കുക. ഇപ്പോൾ ഷോൺ ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് കമ്പോണൻറ്റ്സ്. നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഓരോന്ന് എന്താ നോക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം എന്താ വേണം, ഒരു ഫംഗ്ഷൻ്റെ പേരാണ് പറയുന്നത്. ഫസ്റ്റത്തെ കീവേഡ് ഡെഫാണ്. ഡെഫ് എന്താണ് കീവേഡാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞത് ഫംഗ്ഷൻ നെയിം എന്താ യുണീക്ക് ആവണം. ഇപ്പോൾ ആഡ് എന്നിട്ട് 3-4 ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ആഡ് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി, ആഡ് 3 നമ്പർ എഴുതാനുള്ള. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് കൺഫ്യൂഷൻ വരും സെയിം ഫംഗ്ഷൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ വേണം, ഫംഗ്ഷൻ്റെ പേര് എപ്പോഴും എന്താ വേണം യുണീക്ക് ആവണം. ഫംഗ്ഷൻ നെയിമിങ് ഫോളോ ദി സെയിം റൂൾസ് ഓഫ് റൈറ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ് ഇൻ പൈത്തൺ. ഐഡൻറ്റിഫയേഴ്സ് അത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂൾസ് തന്നെയാണ് എന്ത് ഫംഗ്ഷൻ്റെ പേരിനുള്ള റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്ത് പറ്റില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പറ്റില്ല. പറ്റുന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ $, അങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ. പിന്നെ A to Z പിന്നെ 0 to 9 ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ഫംഗ്ഷനിലോട്ട് എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനിലോട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കാണിച്ചതിൽ നമ്മൾ നെയിം പാസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ നീഡിനനുസരിച്ചിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൊടുക്കുക. പാരാമീറ്റർ ഇല്ലാണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യും അങ്ങനെയൊന്നുമില്ല. പാരാമീറ്റേഴ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ആസ് എ നീഡ് ഓഫ് പ്രോഗ്രാമറിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുക പാസ് ചെയ്യുക. പിന്നെ വരുന്നത് കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഹെഡർ, അതായത് ഹെഡിങ് അവിടെ ഹെഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കോളൻ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടുത്തെ നേരത്തെ എക്സാമ്പിൾ നോക്കി നോക്കുന്നു, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എന്താണ് ഡെഫ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റേഴ്സ് ഒരു കോളൻ ഉണ്ട് അവിടെ കണ്ട. അപ്പോൾ ആ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ആ ഒരു ഹെഡർ കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണെന്ത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ കോഡാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കോളൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താണ് ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ്. അത് ഓപ്ഷണലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ എപ്പോഴെങ്കിലും പ്രോഗ്രാമർ നമ്മളല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും നമ്മളെ പ്രോഗ്രാം വേറെ ആളെടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ കോഡ് എഴുതി വെച്ചല്ല, അയാൾക്ക് മനസ്സിലാവേണ്ടത് എന്തിനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമർ എപ്പോഴും എന്ത് ചെയ്യും ഡോക്യുമെൻറ്റേഷൻ എന്ത് ചെയ്യും പ്രിഫർ ചെയ്യും. പക്ഷേ എന്താണ് ഓപ്ഷണൽ നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാൻ കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. 1 or more valid Python statements that make up the function body. സ്റ്റേറ്റ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതലായ വാലിഡ് പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് എന്ത് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ടാവില്ലേ, നോക്കി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്താവണം, എന്തായാലും മിനിമം 1 day ഉണ്ടാവണം. ഒന്നിൽ കൂടുതൽ എന്ത് പൈത്തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ നോക്കുന്നത് ഡെഫ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റേഴ്സ് ആണ് എന്താ നമ്മൾ കൊടുക്കുന്നത് വാല്യൂ എന്ത് പാസ് ചെയ്യാണ്ടെങ്കിൽ ആ വാല്യൂ. ഡോക്ക് സ്ട്രിങ് എന്താണ് അല്ല കോളൻ എന്തിനാ, അത് സെപ്പറേഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് കോളൻ യൂസ് ചെയ്യുന്നത്. ഡോക്ക് സ്ട്രിങ് എന്നുള്ള എന്താ ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ് ആണ്, നമുക്ക് മെൻഷൻ ചെയ്യുക ആ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. പിന്നെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്താവാം പൈത്തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം.
ഇത് കേളി ബ്രേസ് നമ്മൾ സിയിലും C++ലൊക്കെ എന്തുണ്ടാവും കേളി ബ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ എന്താണ് ഇതിൽ കേളി ബ്രേസ് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് ഇൻഡൻറ്റേഷനാണ് അതിന് പകരം, അതായത് സ്പേസ്. ഇപ്പോൾ ഡെഫ്, ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഡെഫ് കഴിഞ്ഞ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ആ ഡെഫ് കഴിഞ്ഞിട്ട് ഒരു 4 സ്പേസ് ഒരു ഇൻഡൻറ്റേഷൻ കൊടുത്തിട്ട്, അതായത് ഒരു ടാബ് കീ കൊടുത്തിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്തായിരിക്കണം, അതേ ടാബ് കീ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം താഴത്തെ എക്സാമ്പിൾ നോക്ക്, ഇത് കൊടുത്തിട്ട് അതിൻ്റെ അതേ സെയിം ഇൻറ്റൻറ്റേഷനിൽ എന്താണ് താഴെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം യൂഷ്വലി ഒരു ടാബ് എന്ന് പറഞ്ഞാൽ 4 സ്പേസ് എടുക്കില്ല. അപ്പോൾ ആ 4 സ്പേസാണ് എന്ത് ഫംഗ്ഷൻ്റെ ബോഡി ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കൽ. കീവേഡ് ഡെഫ് ദാറ്റ് മേക്സ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ ഹെഡർ. ഡെഫിനെ അത് ഞാൻ പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം ഹെഡറായിട്ട്. ആൻഡ് ഓപ്ഷനിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ എ വാല്യൂ ഫ്രം ദ ഫംഗ്ഷൻ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് രണ്ട് വേരിയബിൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി, C=A+B. എന്നിട്ട് അവിടെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സീന് എനിക്ക് റിട്ടേൺ ചെയ്യുക, വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുക. വേറെ എന്തെങ്കിലും ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുന്ന. ഇപ്പോൾ അതെല്ലാം അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നുമില്ല, സാധാരണ ഒരു ഫംഗ്ഷൻ്റെ പോലെ തന്നെ എന്താണ് സിയിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്, ബോഡി ഓഫ് ഫംഗ്ഷൻ. ഇതാണെന്ത് അതിൻ്റെ സിൻടാക്സ്. ഇതിൽ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫ് എന്നുള്ള കീവേഡ് വരും, ഫംഗ്ഷൻ്റെ പേരായിരിക്കും, പാരാമീറ്റേഴ്സ് ഉണ്ടാവും, കോളൻ ആയിരിക്കും, എന്തായാലും ഹെഡറോടെ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് കോളൻ ആയിരിക്കും. പിന്നെ എന്താണ് കേളി ബ്രേസ് ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യില്ല. അത് 4 സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ബോഡി ഓഫ് ഫംഗ്ഷനെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്യില്ല, അടുത്ത ലൈൻ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഇൻറ്റൻറ്റേഷൻ കുറച്ചിട്ട് എഴുതും. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിട്ടേൺ ടൈപ്പ് പറയുന്നതിന് പകരം നമ്മളവിടെ പറയുന്നുണ്ടല്ലേ, എന്തെന്ന് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് റിട്ടേൺ ടൈപ്പ് എന്നുള്ളത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വാല്യൂ റിട്ടേൺ ചെയ്യുക, റിട്ടേൺ ടൈപ്പ് കൊടുക്കണമെന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ വോയിഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇതിനെന്താണ് അങ്ങനെ റിട്ടേൺ ടൈപ്പ് ഒന്നും എന്ത് ചെയ്യേണ്ട, സ്പെസിഫൈ ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ബോഡി ഓഫ് ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്യുക, വാല്യൂ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് ഇനി അടുത്ത എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇതൊരു വൺസ് വി ഹാവ് ഡിഫൈൻ എ ഫംഗ്ഷൻ വി കാൺ. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സെക്ഷനിലായിരിക്കും. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ്റെ പേരും അതുപോലെ അതിൽ നമ്മൾ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ നോക്ക്, എന്താണുള്ളത്, ഡെഫ് ഗ്രേറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണ് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ എന്ത് നെയിം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഗ്രേറ്റ് പൗൾ. അവിടെ ആ നെയിമിനൊക്കെ നമ്മൾ വാല്യൂ ഡയറക്റ്റായിട്ട് എന്ത് കൊടുത്ത്, പൗൾ എന്നുള്ള കൊടുത്ത്. അപ്പോൾ നെയിം എന്നുള്ള സ്ട്രിങ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താ പൗൾ എന്നുള്ള എന്ത് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ആവും. പിന്നെ എന്ത് ഹലോ പൗൾ ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഇർഷാദ് എന്നായിരുന്നു, ഹലോ ഇർഷാദ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗ്രേറ്റ് ഇർഷാദ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ ഇർഷാദ് ഗുഡ് മോർണിംഗ് എന്ന് എഴുതി കാണിക്കും, മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് എന്ത് ഫംഗ്ഷനെ കോൾ ചെയ്യല്. എന്താണ് ഇപ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് മാത്രം വിളിക്കുക, അതിലെന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ആ ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് എന്ത് ആയിക്കോളും, അവിടെ പോയിട്ട് വർക്ക് ആയിക്കോളും. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി ഞാൻ ഡെഫ് വേണ്ട ഒരു ഡെഫ് ഗ്രീറ്റ് നെയിം ഫംഗ്ഷൻ ഇതാണ് ഗ്രീറ്റ് പൗൾ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ റൺ ചെയ്തിട്ടുള്ളൊരു ഷെൽ പ്രോഗ്രാമിംഗ് ആണ് ഞാനത് ഇമേജായിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി ഡെഫ് ഇത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഗ്രീറ്റ് എന്നിട്ട് അല്ലേ. എന്നിട്ട് എന്താണ് നെയിം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റും ഉണ്ട്. എന്നിട്ട് ഞാനെന്താ അതിൻ്റെ ഫംഗ്ഷൻ്റെ ബോഡി എഴുതുമ്പോൾ നോക്കുകയാണ് ഇൻറ്റൻറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട ദിസ് ഫംഗ്ഷൻ ഗ്രീറ്റ് എന്താണ്, അത് ഡോഗ് സ്ട്രിങ് ആണ്, പ്രിൻറ്റ് ഹലോ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രിങ്. അപ്പോൾ ആ ഇൻറ്റൻറ്റേഷൻ കണ്ട, ആ ഇൻറ്റൻറ്റേഷൻ ആ സെയിം ഇൻറ്റൻറ്റേഷൻ ഫോളോ ചെയ്യണവരെ എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബാക്ക് സ്പേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇൻറ്റൻറ്റേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യണം പറയണം. അപ്പോൾ നമ്മളവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട് ഗ്രീറ്റ്. ഫംഗ്ഷൻ്റെ പേരെന്താണ്, ഗ്രീറ്റ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്.
അതേ സെയിം സാധനം നമ്മൾ എന്ത് നെയിം എന്നുള്ളത് എന്താണ് ആർഗ്യുമെൻ്റ് ആണ്. അത് നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു പോൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതെന്തായിരിക്കും ഹലോ പോൾ ഗുഡ് മോർണിംഗ് എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയുള്ള ഫംഗ്ഷൻ്റെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്താണ് ഡോഗ് സ്ട്രിങ് എന്നുള്ളത്? ഡോഗ് സ്ട്രിങ് എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഹെഡർ ഈസ് കോൾഡ് ഡോഗ് സ്ട്രിങ് ആൻഡ് ഈസ് ഷോർട്ട് ഫോർ ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ്. അതായത് ഹെഡർ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താവണം, ഡോഗ് സ്ട്രിങ് ആവണം. കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷണലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഡോഗ് സ്ട്രിങ് പറയണം. ഡോഗ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ സ്ട്രിങ്ങിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത് ഡോഗ് സ്ട്രിങ്. അത് എന്താ വെച്ചാൽ ബ്രീഫ്ലി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് യർ ഫംഗ്ഷൻ ഡസ്. അത് എന്തിനാ യൂസ് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മളെ പ്രോഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവണം എന്തെന്ന്, ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത് ഡോഗ് സ്ട്രിങ് എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് ഓൾസോ ഓപ്ഷണലാണ്. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ഇസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നല്ലൊരു പ്രോഗ്രാമിംഗ് പ്രാക്ടീസാണ്. അതായത് ഒരു പ്രോഗ്രാമറിന് വേണ്ടതാണ് എന്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ ഇൻറ്റൻറ്റേഷൻ. ഇത് രണ്ടൊരു ഗുഡ് പ്രോഗ്രാമർക്ക് വേണ്ടൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം. അപ്പോൾ എപ്പോഴും നല്ല ഒരു ഗുഡ് പ്രോഗ്രാം നമ്മൾ ചെയ്തൊരു പ്രോഗ്രാം വേറെ ആളുടെ അടുത്ത് നോക്കുമ്പോൾ അയാൾ ഇമ്പ്രസ് ആക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഡോക്യുമെൻറ്റേഷനും അതുപോലെ ഇൻറ്റൻറ്റേഷനും. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രാക്ടീസ് അൺലെസ് യു ക്യാൻ റിമെമ്പർ വാട്ട് യു ഹാഡ് ലാസ്റ്റ് വീക്ക് ഓൾവേസ് ഡോക്യുമെൻ്റ് യു കോഡ്. അത് പറഞ്ഞത് യു ക്യാൻ റിമെമ്പർ വാട്ട് യു ഹാഡ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്കറിയണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിൻ്റെ കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക. ഇൻ ഫോർ എക്സാമ്പിൾ വി ഹാവ് ഡോഗ് സ്ട്രിങ് ഇമീഡിയറ്റ്ലി ബിലോ ദ സെക്ഷൻ ഹെഡർ. നമ്മൾ ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള എക്സാമ്പിളിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് നോക്കണ്ട, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ പാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡോഗ് സ്ട്രിങ് ചെയ്തിട്ടുണ്ട്. വി ജനറലി യൂസ് ട്രിപ്പിൾ കോഡ്സ് ടു ഡോഗ് സ്ട്രിങ് ആൻഡ് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ ലൈൻ. നമ്മൾ ട്രിപ്പിൾ ഡബിൾ ഇൻവെർട്ടഡ് കോമാണ് നമ്മൾ എന്ത് ചെയ്യല് യൂസ് ചെയ്യല്. എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമൻസ് ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യല്, ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമാണ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യല്. ദ സ്ട്രിങ് ഈസ് അവൈലബിൾ ടു അസ് ദ ഡോക്ക് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫംഗ്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഈ ഡോഗ് സ്ട്രിങ് നമുക്ക് എവിടെയെങ്കിലും പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ആക്സസ് ചെയ്യുക. അത് ആക്സസ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ടാണ് എന്ത് അണ്ടർസ്കോർ ഡോക്ക് അണ്ടർസ്കോർ എന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കണ്ട. അപ്പോൾ പ്രിൻറ്റ് ഗ്രീറ്റ് ഡോട്ട് അണ്ടർസ്കോർ ഡോക്ക് ഉണ്ട്. അത് ഒരു ഇതാണ് റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ ഈ കീവേഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ്റെ ഡോഗ് സ്ട്രിങ് എന്താണ് അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഇത് ദിസ് ഫംഗ്ഷൻ ഗ്രീസ് ടു ദ പേഴ്സൺ പാസ്ഡ് ഇൻ ആസ് എ പാരാമീറ്റർ. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഡോഗ് സ്ട്രിങ് എന്താണ് സെയിം ആണ് നോക്കണ്ട. അപ്പോൾ അതാണ് എന്താണ് ഡോഗ് സ്ട്രിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സോറി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്? ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് എ ഫംഗ്ഷൻ ആൻഡ് ഗോ ബാക്ക് ടു ദ പ്ലേസ് ഫ്രം വേർ ഇറ്റ് വാസ് കോൾഡ്. അത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും അതുപോലെ എവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്ത് ആ സ്ഥലത്തോട്ട് തന്നെ അല്ലെങ്കിൽ കമ്പൈലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും വാല്യൂ ബാക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത സ്ഥലത്തോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ സിൻടാക്സ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സ്പ്രഷൻ ലിസ്റ്റ്. എന്തെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ നമ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ്, ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്ന സ്ട്രിങ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കി 2 സ്ട്രിങ് അസൈൻ ചെയ്തു, ഈ പാരാമീറ്ററായിട്ട് ഞാൻ പാസ് ചെയ്തു. എന്നിട്ട് 2 സ്ട്രിങ്ങിന് ഞാൻ എന്ത് കോൺകാഡിനേറ്റ് ചെയ്ത് എന്നിട്ട് എന്താണ് ഞാൻ റിട്ടേൺ ചെയ്യണം. സ്ട്രിങ് കോൺകാഡിനേറ്റ് ചെയ്ത സ്ട്രിങ്ങാണ് ഞാൻ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് റിട്ടേൺ യൂസ് ചെയ്യും. അപ്പോൾ റിട്ടേൺ വർക്കിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നിന്ന് എന്താവും എക്സിറ്റ് ആവും ചെയ്യും. എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് ആ ഭാഗത്തോട്ട് തന്നെ എന്ത് ചെയ്യും കമ്പൈലിങ് തിരിച്ചെത്തിക്കും. This statement can contain an expression that gets evaluated and the value is returned. ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്പ്രഷൻ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്താവും അതായിരിക്കും റിട്ടേൺ ചെയ്യല്. ഇഫ് ദർ ഇസ് നോ എക്സ്പ്രഷൻ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ്സ് നോട്ട് പ്രസൻറ്റ് ഇൻ സെൽഫ് ദെൻ ദ ഫംഗ്ഷൻ വിൽ റിട്ടേൺ ദ നൺ ഒബ്ജക്റ്റ്. നമ്മൾ
വോയിഡ് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളിത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നണ്ണെന്ന് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, നണ്ണായിരിക്കും വരില്ല. ഒന്നും വാല്യൂ ഒന്നും നമ്മൾ കൊടുത്ത് റിട്ടേൺ നിർബന്ധമല്ല, ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പോവുക. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, അത് നണ്ണായി മാറും. നമ്മൾ ഇതിൽ കൊടുക്കുന്ന പോലെ ഡിഫോൾട്ടായിട്ട് വോയിഡ് കൊടുക്കുന്ന പോലെ ഇതിൽ ഓട്ടോമാറ്റിക് എന്താവും, നണ്ണാവും. റിട്ടേൺ ടൈപ്പ് ഒന്നും പറയുന്നു വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, നണ്ണാവും. ഞാൻ അടുത്ത എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രിൻറ്റ് ഗ്രീറ്റ് മേ എന്നാണ്. ഗ്രീറ്റ് എന്നുള്ളത് നമ്മളവിടെ ആർഗ്യുമെൻറ്റ് കൊടുത്തത് എന്താണ്, നെയിമാണ്. അപ്പോൾ നമ്മൾ നെയിം പാസ് ചെയ്ത് ഇവിടെ നമ്മൾ അവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത്, നണ്ണാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വാല്യൂ റിട്ടേൺ ചെയ്യണം. ഹിയർ നൺ ഇസ് ദ റിട്ടേൺഡ് വാല്യൂ സിൻസ് ഗ്രീറ്റ് ഡയറക്റ്റ്ലി പ്രിൻസ് ദ നെയിം ആൻഡ് നോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ്, നണ്ണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ ഓഫ് റിട്ടേണിൻ്റെ ഒരു എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. നോക്കുക. നമ്മൾ ആദ്യം എന്താണ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. എന്താണ് നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തെന്ന് അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ആർഗ്യുമെൻറ്റ് എന്ത് ചെയ്തു, പാസ് ചെയ്തു. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു എന്താണ്, നമ്പർ എന്നുള്ളത്. എന്നിട്ട് ഒരു ഡോഗ് സ്ട്രിങ് പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ റിട്ടേൺസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ്റേർഡ് നമ്പർ. നമ്മൾ കൊടുത്ത നമ്പറിൻ്റെ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യുന്നുള്ളതാണ് എന്ത് ഫംഗ്ഷൻ. ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, നം എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ നം, ഇല്ലെങ്കിൽ എന്താണ് റിട്ടേൺ മൈനസ് നം. അപ്പോൾ നോക്കുക എന്താണ് പ്രിൻ്റ് അബ്സല്യൂട്ട് വാല്യൂ 2, പ്രിൻ്റ് അബ്സല്യൂട്ട് വാല്യൂ 3. അപ്പോൾ അതിൻ്റെ ഇത് നോക്ക്, 2ഉം 4ഉം ആണ് എന്തുള്ളത് പ്രിൻ്റ് ചെയ്തുള്ളത്. കണ്ടോ, അപ്പോൾ അത് കൊടുത്തില്ല. അത് റിട്ടേൺ മൈനസ് നം എന്നുള്ള എന്താണ് 4 റിട്ടേൺ ചെയ്യും. ഇതാണ് എന്ത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക കണ്ടോ. അപ്പോൾ എന്താ ജസ്റ്റ് ഇപ്പോൾ നോക്കുക, മൈനസ് വാല്യൂ എന്നുള്ളത് അൺസൈൻഡ് നമ്പറാണ്. അപ്പോൾ അത് സൈൻഡ് നമ്പറായിട്ടാണ് കാണിച്ചുള്ളൂ. അപ്പോൾ ജസ്റ്റ് അത്രക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കുക, എന്താണ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട് നം. അപ്പോൾ ഈ ഇവിടുന്നുള്ള വാല്യൂ എന്താണ്, ആ നമ്മിൽ എന്താണ് വാല്യൂ ഉള്ളത് പോവുകയും ചെയ്യും. ഇപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ കൊടുത്ത് 2 ആണ്. അപ്പോൾ റിട്ടേൺ എന്താണ് 0.0നെക്കാട്ടും വലുതാണ് നമ്മ. അപ്പോൾ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. അപ്പോൾ 2 കിട്ടി. പിന്നെ കൊടുത്തുള്ള മൈനസ് വാല്യൂ ആണ്. മൈനസ് വാല്യൂ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണ്, ഇതിൻ്റെ മൈനസ് നം ആണ്. അപ്പോൾ എന്താണ് മൈനസ് ഓൾറെഡി എന്ത് ഈ മൈനസും പോവും. പിന്നെ എന്തായിരിക്കും 4 ആയിരിക്കും കിട്ടല്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റിട്ടേൺ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിൻറ്റ് അബ്സല്യൂട്ട് വാല്യൂ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അബ്സല്യൂട്ട് വാല്യൂ എവിടെയാണ് നമ്മൾ ഹെഡർ കൊടുത്തിട്ടുള്ള അങ്ങോട്ട് പോകും. എന്നിട്ട് അതിൻ്റെ ബോഡി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിട്ട് എവിടെയാണ് പ്രിൻറ്റിലല്ല വിളിച്ചത് അവിടെ തന്നെ വന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. അവിടെ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ നേരെ എന്ത് ചെയ്യും, അബ്സല്യൂട്ട് വാല്യൂ എന്ന ഫംഗ്ഷൻ നോക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള എന്താണ് ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ എൽസ് പാർട്ടി വരും. അവിടെ നിന്ന് റിട്ടേൺ -n ഉണ്ട്. അപ്പോൾ മൈനസും ക്യാൻസലായിട്ട് 4 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തെങ്കിലും ഫംഗ്ഷൻ്റെ വർക്കിങ്ങും എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുക എന്നുള്ളൊരു എക്സാമ്പിളൊക്കെയാണ് ഇത്. അപ്പോൾ കാര്യമായിട്ട് നോക്കുക. അപ്പോൾ എന്താ അടുത്തതായിട്ട് പറയുന്നത് പൈത്തൺ ഫങ്ഷൻസ്, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു വേരിയബിളിൽ. അപ്പോൾ നമുക്ക് ആദ്യം ലോക്കൽ വേരിയബിൾ നോക്കാം, ഫംഗ്ഷൻ വേരിയബിൾ നോക്കാം, ഗ്ലോബൽ വേരിയബിൾ നോക്കാം. ഫംഗ്ഷൻ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എന്തായിരിക്കും, ലൈഫ് ടൈമും. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആയിരിക്കും. മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ഫംഗ്ഷൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എവിടെയാണോ ആ പ്രോഗ്രാമിൻ്റെ താഴെയാണ് നമ്മൾ കൊടുത്തെങ്കിൽ എന്താണ് ആ പ്രോഗ്രാമിൽ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോക്കൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ആ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്ത്
ലൈഫ് ടൈമും സ്കോപ്പും സെയിം തന്നെയാണ്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉള്ള സ്കോപ്പിന് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ലൈഫ് ടൈമിനുണ്ട്. ഫംഗ്ഷന് പുറത്തോട്ട് വരാൻ പറ്റില്ല. ഒരു ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ആ ലോക്കൽ വേരിയബിൾ ഇപ്പോൾ രണ്ട് സെക്ഷൻ്റെ ഉള്ളിലാണ് പറഞ്ഞെങ്കിൽ ആ സെക്ഷൻ്റെ ഉള്ളിൽ മാത്രം എന്ത് ചെയ്യാൻ ലൈഫ് ടൈം ഉണ്ടാവുള്ളൂ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് സ്കോപ്പും ലൈഫ് ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നോക്കുക, സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഇസ് ദ പോർഷൻ ഓഫ് എ പ്രോഗ്രാം വേർ ദ വേരിയബിൾ ഇസ് റെക്കഗ്നൈസ്ഡ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമിൻ്റെ ഏത് പോർഷനിലാണോ പറഞ്ഞിട്ടുള്ളത് ആ പോർഷനിലുള്ളതാണ് എന്ത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ. പാരാമീറ്റേഴ്സ് ആൻഡ് വേരിയബിൾസ് ഡിഫൈൻഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ആർ നോട്ട് ഡിഫൈൻഡ് ഫ്രം ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. പാരാമീറ്റേഴ്സും വേരിയബിളും ഫംഗ്ഷൻ്റെ ഉള്ളിൽ പറയുന്ന പാരാമീറ്റേഴ്സിന് വേരിയബിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ്റെ പുറത്ത് ഒരു സ്കോപ്പ് കിട്ടൂല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞത്. ദ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഇസ് ദ പീരീഡ് ത്രൂ ഔട്ട് വിച്ച് ദ വേരിയബിൾ എക്സിറ്റ് ദ മെമ്മറി. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആ ഫംഗ്ഷൻ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ക്രിയേറ്റ് ചെയ്ത മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ എത്ര ഉള്ളത് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്? ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പൈത്തണിലുള്ള ഫംഗ്ഷൻസ്. അടുത്ത കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്. ഓൾറെഡി എന്താണ് പൈത്തണിലുള്ള ഫംഗ്ഷൻസാണ് എന്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് യൂസറിന് ആവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് എന്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ സിൻറ്റാക്സുകളാണ്. ഇപ്പോൾ എന്താണ് ഡെഫ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്, കോളൻ, ഇൻറ്റൻറ്റേഷൻ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡോഗ് സ്ട്രിങ്, അതേ ഇൻറ്റൻറ്റേഷനിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതാണ് എന്തൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ പ്രോട്ടോടൈപ്പ്. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ഒരു ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഫങ്ഷൻസ് വർക്ക് ചെയ്യണമെന്ന്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഫംഗ്ഷൻ്റെ പേരും പാരാമീറ്റേഴ്സും അതുപോലെ ഫംഗ്ഷൻ്റെ എന്താ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ആ ഫംഗ്ഷനിൽ ഇവിടെ ഫംഗ്ഷൻ്റെ വർക്കിംഗ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാ ഇവിടുന്ന് ഫംഗ്ഷൻ നെയിം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഫംഗ്ഷനിൽ പോകും. ആ ഫംഗ്ഷനിൽ പോയിട്ട് അതിൻ്റെ അവസാനത്തെ ലൈന് നേരെ വന്നിട്ട് എവിടെ ആയിരിക്കും നിൽക്കല്, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിലേട്ടായിരിക്കും ഒന്ന് നിൽക്കൽ. അടുത്തത് എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫങ്ഷൻസ് ദാറ്റ് വി ഡിഫൈൻ അവർ സെൽസ് ടു ഡു സർട്ടൻ സ്പെസിഫിക് ടാസ്ക് ആർ. അതായത് യൂസറിന് ആവശ്യമുള്ള രീതിയിൽ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. ദ വേ ഇൻ വിച്ച് വി ഡിഫൈൻ ആൻഡ് കോൾ ഫംഗ്ഷൻ പൈത്തൺ ഓൾറെഡി ഡിസ്കസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്ത് സെയിം സാധനമാണ് എന്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഫംഗ്ഷൻസ് ദാറ്റ് റീഡ്ലി കം വിത്ത് പൈത്തൺ ആർ കോൾഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അതായത് ഓൾറെഡി പൈത്തണിലുള്ള ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻസിന് പറഞ്ഞ പേരാണ് എന്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ യൂസറിൻ്റെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലായി സെയിം നമ്മൾ നേരത്തെ ഫംഗ്ഷൻ പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണതും അതേപോലെ ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യണം അതൊക്കെ എന്താണ് സെയിം സ്ട്രക്ചറാണ്. സ്ട്രക്ചറിലൊന്നും ചെയ്യുന്നില്ല യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് വ്യത്യാസമില്ല. പിന്നെ വരുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഓൾറെഡി എന്തുണ്ടാവും, അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ പൈത്തണിൽ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞ് കോൾ ചെയ്യാൻ മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രിൻ്റ് ഇല്ലേ, പ്രിൻ്റ് എന്താണ് ഒരു ഫംഗ്ഷനാണ് അല്ലേ, രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷനാണത്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഓൾറെഡി അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ട് നമ്മളെന്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ പ്രിൻറ്റിനെ കോൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാണാൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പറയുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഹെൽപ്പ് ടു ഡീകമ്പോസ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോൾ സെഗ്മെൻറ്റ്സ് വിച്ച് മേക്സ് പ്രോഗ്രാം ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മെയിൻറ്റെയിൻ ആൻഡ് ഡീബഗ്. അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലിയൊരു പ്രോഗ്രാമിന് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ സെക്ഷനായിട്ട് എന്ത് ചെയ്യുക, കുറക്കുക. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുക, കുറക്കാൻ പറ്റും. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾ നമുക്ക് ഒരു ഫംഗ്ഷനിൽ ഇറങ്ങി ആ ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ മതി. അങ്ങനത്തെ എന്ത് ഡീബഗും മെയിൻറ്റെയിൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഈ റിപ്പീറ്റഡ് കോഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം, അതായത് ഒരു കോഡ് തന്നെ ഒരു സെക്ഷൻ ഓഫ് കോഡ് തന്നെ എന്ത് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ സെക്ഷൻ ഓഫ് കോഡിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെന്താക്കുക, സെക്ഷൻ ഓഫ് കോഡിന് നമുക്ക് എന്ത് ചെയ്യുക
ഒരു ഫംഗ്ഷനാക്കി മാറ്റാം. ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്താൽ മതി. ആ കോഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷന് മാത്രം എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. പ്രോഗ്രാമേഴ്സ് വർക്കിംഗ് ഓൺ ലാർജ് പ്രൊജക്ട് ക്യാൻ ബി ഡിവൈഡ് ദ വർക്ക് ലോഡ് ബൈ മേക്കിംഗ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. അതായത് വലിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓരോന്ന് അതിൻ്റെ ഇത് കുറതാക്കാൻ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആക്കിയിട്ട് മാറ്റുക. അതാണ് എന്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫ് ആഡ് ആഡ് നമ്പർ എന്നുള്ള എന്താണ്, ആഡ് നമ്പേഴ്സ് എന്നുള്ള എന്താണ് ഫംഗ്ഷൻ്റെ പേരാണ്. 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. എന്താണ്, എക്സ് വൈ. എന്നിട്ട് ഞാൻ പറയുന്നത് എന്തെന്ന്, സം എന്നിട്ട് പുതിയൊരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എന്താണ് അവിടെ നിന്ന് വരുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ രണ്ടെണ്ണം ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ട് എന്താണ് സമ്മ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സം എന്നുള്ള എന്താണ് ഒരു ലോക്കൽ വേരിയബിളാണ്, അതായത് ഒരു ഫംഗ്ഷൻ വേരിയബിളാണ്. ഇവിടെ എന്താണ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ എന്താണുള്ളൂ, അതിന് ലൈഫും സ്കോപ്പും ഉണ്ടാവുള്ളൂ. അത് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്കോപ്പും ലൈഫും തരും. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇത് ഡെഫ് എന്നുള്ള ഭാഗം ഡിഫൈൻ ചെയ്ത് വെച്ചു. നമ്പർ 1 = 5 എന്ന് നമ്മൾ എന്ത് കൊടുത്ത് വാല്യൂ കൊടുത്ത്, നമ്പർ 2 = 6 എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റ് ഇവിടെ നിന്നാണ് നോക്കുക. പ്രിൻറ്റ് സമ്മീസ് എന്നുള്ളത് വരുമ്പോൾ ഇവിടെ ആഡ് നമ്പർ നോക്കുക. ആഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ നേരെ എന്ത് ചെയ്യും, ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പോകും. അവിടെ എക്സ് വൈ. അപ്പോൾ നമ്മളിവിടെ അതിന് അപ്രോപ്രിയേറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 നമ്പർ 2 എന്നിട്ട് നമ്മൾ എന്ത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ 1 എന്താണ് 5, നമ്പർ 2 എന്താണ് 6. അപ്പോൾ നേരെ എന്തായാലും അത് എക്സിൻ്റെ വാല്യൂ ആക്കിയിട്ട് 5 കൊടുക്കും, വൈവിൻ്റെ വാല്യൂ ആക്കിയിട്ട് എന്ത് ചെയ്യും 6 എടുക്കും. എന്നിട്ട് സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ 5 + 6 11 എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത് തന്നെയാണ് 11 എന്നിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടാ. അപ്പോൾ കൂടുതലും മനസ്സിലായി തോന്നണേ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം എന്താണ്, എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ്, നമ്മൾ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എങ്ങനെയൊക്കെ പാസ് ചെയ്യാമെന്നുള്ളതാണ് എന്ത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർഗ്യുമെൻറ്റ്സ് എ വാല്യൂ പാസ്ഡ് ടു എ ഫംഗ്ഷൻ ഓർ മെത്തേഡ് വെൻ കോളിംഗ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ നേരത്തെ അതിലോട്ട് കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ഡാറ്റാസിന് പറഞ്ഞ പേരാണ് എന്ത് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത്. എ കീവേഡ് ആർഗ്യുമെൻറ്റ് ആൻ ആർഗ്യുമെൻറ്റ് പ്രൊസീഡഡ് ബൈ ആൻ ഐഡൻറ്റിഫയർ. അതായത് ഒരു ഐഡൻറ്റിഫയർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യല് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കല്. ഇപ്പോൾ നെയിം കൊടുക്കുകയാണെങ്കിൽ നമ്മളവിടെ നെയിം ഈക്വൽ ടു അത് കൊടുക്കും അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഒരു ഐഡൻറ്റിഫയറിലോട്ടിരിക്കുന്നത് ആർഗ്യുമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യല് പാസ് ചെയ്യല്. ഇപ്പോൾ നേരത്തെ പ്രോഗ്രാമിൽ എക്സ് വൈ കൊടുത്തു, പിന്നെ നമ്മൾ നമ്പർ 1 നമ്പർ 2 കൊടുത്തു. ഇപ്പോൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ആ വാല്യൂ എങ്ങോട്ടാണ് പോലെ, എക്സ് വൈയിലോട്ടാണ് പോലെ. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കി, ഇവിടെ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത് എക്സ് വൈ. എന്നിട്ട് എന്ത് ചെയ്ത് നമ്പർ 1 നമ്പർ 2 കൊടുത്തു. അതിന് പകരം 5 6 ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 5 എന്താവും നേരെ എക്സ് എന്നുള്ള ഐഡൻറ്റിഫയറിലോട്ട് പോകും, 6 എന്നുള്ള എന്താണ് നേരെ വൈ എന്നുള്ള ഐഡൻറ്റിഫയറിലോട്ട് പോകും. മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെന്ന്, പ്രൊസീഡ് ബൈ ആൻ ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയർ പ്രൊസീഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡെഫ് ഗ്രീറ്റ് നെയിം മെസ്സേജ്. എന്നിട്ട് എന്ത് ഡോഗ് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ ഗ്രീറ്റ് പേഴ്സൺ വിത്ത് പ്രൊവൈഡഡ് മെസ്സേജ്. എന്നിട്ട് പ്രിൻറ്റ് ഹലോ നെയിം പ്ലസ് മെസ്സേജ്. എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്ത്, ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് നമുക്ക് ഗ്രീറ്റ് മോണിക്ക്. അപ്പോൾ മോണിക്ക് നേരെ എന്താവും നെയിമിലോട്ട് പോകും, ഗുഡ് മോർണിംഗ് എന്താവും മെസ്സേജിലോട്ടും പോകും. അപ്പോൾ അവിടെ പ്രിൻ്റ് എന്താ വരിക, ഇതിലൊന്നും റിട്ടേൺ ചെയ്യാൻ പറയുന്നില്ല, എന്താണ് ഡയറക്റ്റായിട്ട് എന്താണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിൻറ്റ് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. അതുപോലെ നെയിം അവിടെ എന്താ ഇവിടെ നിന്ന് പോയത്, എന്താ മോണിക്ക എന്നാണ് പോയത്. അതുപോലെ മെസ്സേജ് എന്താ പോയത് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹലോ മോണിക്ക ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് എന്താ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യല് പാസ് ചെയ്യല്. ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിയർ ദ ഫംഗ്ഷൻ ഗ്രീറ്റ്സ് ഹാസ് 2 പാരാമീറ്റേഴ്സ്. ഒരു ഫംഗ്ഷന് ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫംഗ്ഷന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. സിൻസ് വി ഹാവ് കോൾഡ് ദിസ് ഫംഗ്ഷൻ വിത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഇറ്റ് റൺ സ്മൂത്ത്ലി ആൻഡ് വി ഡോ നോട്ട് ഗെറ്റ് എനി എറർ. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആർഗ്യുമെൻറ്റ്സിന് എന്തുണ്ട്, 2 ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനിൽ എന്തുണ്ട് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ 2 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഒരു എററൊന്നും ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇഫ് യു കോൾ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ദ ഇൻ്റർപ്രറ്റർ വിൽ ഷോ ആൻ എറർ മെസ്സേജ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ 3 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും ഇൻ്റർപ്രറ്റർ എന്താവും ഒരു എറർ മെസ്സേജ് കാണിക്കും. ബിലോ ഇസ് എ കോൾ ടു ദിസ് ഫംഗ്ഷൻ വിത്ത് 1 and no arguments along the respective എറർ മെസ്സേജ്. എന്തൊക്കെ എറർ മെസ്സേജ് നോക്കണം. ഗ്രീറ്റ് മോണിക്ക എന്നുള്ള മാത്രം കൊടുത്തുള്ള ഒരു ആർഗ്യുമെൻറ്റ്.
അപ്പോൾ എന്തായാലും മിസ്സിങ് വൺ റിക്വയർഡ് പൊസിഷൻ മെസ്സേജ് എന്നിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റും കൂടി ഉണ്ട്, അത് റിക്വയർഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ കാരണം നമ്മളെന്താണ് ആ ഫംഗ്ഷനിലോട്ട് പോകേണ്ട ഡാറ്റയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ മിസ്സിങ് ആയി കഴിഞ്ഞാൽ എന്താ പ്രോഗ്രാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക് എന്താ സിൻടാക്സ് എറർ വരും. പിന്നെ കൊടുത്തത് ഒന്നുമില്ല. അപ്പോൾ ടൈപ്പർ ഗ്രീറ്റ് മിസ്സിങ് 2 റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് നെയിം ആൻഡ് മെസ്സേജ് ഉണ്ടാ. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണം, സ്പെഷ്യൽ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. കാരണം നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് വരെ കൊടുത്തിട്ടുള്ള അത്രയും എന്ത് ചെയ്യണം, ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാണ്ടിരിക്കണം. നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിൽ നിന്ന് ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമറിൻ്റെ ഇഷ്ടമാണ് എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ആ ഡയറക്റ്റ് പ്രോഗ്രാമിൽ നിന്ന് എടുത്താൽ മതിയോ എന്നുള്ളതൊക്കെ എന്താണ് പ്രോഗ്രാമറിന് നീതാണ്. പക്ഷേ നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നേരത്തെ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തും കൊടുക്കണം. പൈത്തൺ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫോൾട്ടായിട്ട് എന്ത് ചെയ്യുക, ആർഗ്യുമെൻറ്റ്സ് സെറ്റാക്കി വെക്കാം. ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ക്യാൻ ഹാവ് ഡിഫോൾട്ട് വാല്യൂസ് ഇൻ പൈത്തൺ. അതായത് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫംഗ്ഷനിൽ സെറ്റ് ചെയ്യുക. വി ക്യാൻ പ്രൊവൈഡ് ഡിഫോൾട്ട് വാല്യൂ ബൈ യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യൽ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യൽ, അത് ചെയ്യൽ. ഇനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻ എ ഫംഗ്ഷൻ ക്യാൻ ഹാവ് ഡിഫോൾട്ട് വാല്യൂ, ബട്ട് വൺസ് വി ഹാവ് ഡിഫോൾട്ട് വാല്യൂ ആർഗ്യുമെൻറ്റ് ഓൾ ദ ആർഗ്യുമെൻറ്റ്സ് ടു റൈറ്റ് മസ്റ്റ് ഓൾസോ ഹാവ് ഡിഫോൾട്ട് വാല്യൂ. അതായത് ഇപ്പോൾ ഒരു 5 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് ആയിരിക്കും ഒരു ഫംഗ്ഷന്. ആ ഫംഗ്ഷനിൽ നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡിഫോൾട്ട് വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് റൈറ്റ് സൈഡിലോട്ടുള്ള ബാക്കിയുള്ള എന്ത് ചെയ്യണം, എല്ലാ ആർഗ്യുമെൻറ്റ്സിനും എന്ത് ചെയ്യണം, ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു 5 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്സിന് ഡിഫോൾട്ട് സെറ്റ് ചെയ്തു. ആ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്സിന് ഞാൻ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ബാക്കിയുള്ള 3 ആർഗ്യുമെൻറ്റ്സിനും എന്ത് ചെയ്യണം, ഡിഫോൾട്ടായിട്ട് വാല്യൂ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എറർ കാണിക്കും. അപ്പോൾ ദിസ് മീൻസ് ടു സേ നോൺ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കനോട്ട് ഫോളോ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോൺ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഗ്രീറ്റ് നെയിമിക്കുള്ള ബ്രൂസ് ഹൗ ഡു യു ഡു, ഇത് ഓട്ടോമാറ്റിക് എന്താവും, സിൻടാക്സ് എറർ വരും. കാരണം എന്താണ്, ഇപ്പോൾ വേണ്ട എന്താണ് റൈറ്റ് സൈഡിലുള്ള ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടില്ല. സിൻടാക്സ് എറർ നോൺ കീവേഡ് ആർഗ്യുമെൻറ്റ് ആഫ്റ്റർ കീവേഡ് ആർഗ്യുമെൻറ്റ്, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം. നോക്ക്, ഇഫ് ഗ്രീറ്റ് നെയിം മെസ്സേജ് ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഡെഫ് ഗ്രീറ്റ് നെയിം കൊടുത്തിട്ട് നെയിമിന് ഡിഫോൾട്ട് വാല്യൂ കൊടുത്തില്ല, പക്ഷേ മെസ്സേജിന് എന്തുണ്ട്, ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മെസ്സേജ് കഴിഞ്ഞിട്ട് ഇവിടെ മൂന്നാമത് വേറെ ഏതെങ്കിലും ഇപ്പോൾ മെസ്സേജ് പ്ലേസ് എന്നിട്ടൊരു പാരാമീറ്ററും കൂടി ഉണ്ടെങ്കിൽ, ആ ഒരു ആർഗ്യുമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ അത് മെസ്സേജിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യണം, അതും എന്ത് ചെയ്യണം, ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താവും, എററാവും. അതാ പറഞ്ഞത് എന്തെന്ന്, ഒരു പ്രാവശ്യം ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യണം, ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഡോക്ക് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോഡി പറഞ്ഞിട്ടുണ്ട് പ്രിൻറ്റ് ഹലോ നെയിം പ്ലസ് മെസ്സേജ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് കൊടുത്ത ഫംഗ്ഷൻ ഗ്രീറ്റ് കാറ്റ് എന്ന് കൊടുത്തു, അപ്പോൾ കേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഗ്രീറ്റ് കേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യില്ല, അത് എററാവില്ല. കാരണം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ ഡിഫോൾട്ട് വാല്യൂ എടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കേറ്റ് ഗുഡ് മോർണിംഗ് എന്നാണുള്ളത്. പിന്നെ രണ്ടാമത്തെ കൊടുത്തു ബ്രൂസ് ഹൗ ഡു യു ഡു. അവിടെ നെയിമും കൊടുത്തിട്ടുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ട്, മെസ്സേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് വാല്യൂ എടുക്കില്ല, അതിന് പകരം എന്ത് ചെയ്യും, ഹൗ ഡു യു ഡു എടുക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഹലോ ബ്രൂസ് ഹൗ ഡു യു ഡു. അപ്പോൾ ഇതാണ് എന്ത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. പൈത്തൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷനിൽ ഡിഫോൾട്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇതാണ് എന്താണ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാ ആർഗ്യുമെൻറ്റ്സിനും എന്ത് ചെയ്യണം, ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണം. അതേപോലെ ഇപ്പോൾ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത ഒരു ഫംഗ്ഷന് ഇപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത്തേന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു വാല്യൂ മാത്രം പാസ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ഡിഫോൾട്ടായിട്ട് എടുത്തോളൂ. അതാണ് 2 എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്, കേറ്റും ബ്രൂസും. അടുത്തതായിട്ട് ആർബിറ്ററി ആർഗ്യുമെൻറ്റ്സ്. സംടൈംസ് വി ഡോ നോട്ട് നോ ഇൻ അഡ്വാൻസ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് വിൽ ബി പാസ്ഡ് ഇൻ ടു എ ഫംഗ്ഷൻ. അതായത് നമുക്ക് അറിയില്ല എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് പാസ് ചെയ്യണമെന്ന് അറിയില്ല. പൈത്തൺ allows to handle this kind of situation through function calls with an arbitrary number of arguments. ഈ സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൈത്തൺ ആർബിറ്ററി
നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്നുള്ളൊരു ഒരു ഫീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ വി യൂസ് ആൻ ആസ്ട്രിക് ആണ് യൂസ് ചെയ്യൽ. ഡു നോട്ട് ഓഫ് ആർഗ്യുമെന്റ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ നോക്കിയാൽ ജസ്റ്റ് മനസ്സിലാവും. ആർബിട്രറി ആർഗ്യുമെന്റ്സ് പറഞ്ഞതാണ് നമുക്ക് ഇൻപുട്ട് എത്ര വരുന്നുണ്ട് എന്ന് നമുക്കൊരു ലിമിറ്റ് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് എന്ത് ആർബിട്രറി ആർഗ്യുമെന്റ്സ്. അപ്പോൾ നോക്ക്, ഡെഫ് ഗ്രീറ്റ് ആസ്ട്രിക് കീ, അതായത് ആർബിട്രറി പാരാമീറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്ക്, എന്നിട്ട് ഇവിടെ ഇതിൽ പറഞ്ഞു ഫോർ നെയിം, കാരണം ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തെന്നുള്ളൂ. ഫോർ നെയിം ഇൻ നെയിംസ് എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നെയിം എന്നുള്ളൊരു കൗണ്ടറാണ്. ഇൻ നെയിംസ് പ്രിൻറ്റ് ഹലോ നെയിം. അപ്പോൾ നമ്മളിവിടെ ആർബിട്രറി ആയതുകൊണ്ട് നമ്മൾ ഒരേ സമയത്ത് നമ്മളെന്ത് മോണിക്ക, ലൂക്ക്, സ്റ്റീവ്, ജോൺ എന്നിട്ട് എന്ത് ചെയ്ത് ഡാറ്റ പാസ് ചെയ്ത്. ഇവിടെ നോക്ക്, പ്രിൻറ്റ് ചെയ്ത് നോക്ക്, ഹലോ മോണിക്ക, ഹലോ ലുക്ക്, ഹലോ സ്റ്റീവ്, ഹലോ ജോൺ. അപ്പോൾ ഫോർ നെയിം ഇൻ നെയിംസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞുള്ളതാണ് എന്ത്, ഈ നെയിംസിൻ്റെ സൈസ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നെയിം ഫസ്റ്റ് ആക്കും. എന്നിട്ട് അപ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്, മോണിക്ക. അപ്പോൾ ഹലോ മോണിക്ക. പിന്നെ നെയിമിൻ്റെ എന്താകും, സെക്കൻഡ് ആക്കും. സെക്കൻഡ് എന്താണ്, ലൂക്ക് ആകും. തേർഡ്. അങ്ങനെ 4 ആയി കഴിഞ്ഞാൽ നെയിംസ് എന്താവും, ഫുള്ളാവും. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും, പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് എന്ത് ആർബിട്രറി ആർഗ്യുമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജസ്റ്റ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യണ പോലെ അറേ ക്രിയേറ്റ് ചെയ്യണ ഒരു ഒരേ കോൺസെപ്റ്റ് തന്നെ. പക്ഷേ എന്താണ്, ക്രിയേഷൻ അറേനെക്കാട്ടിയും കുറച്ച് ഈസിയാണ്. അപ്പോൾ അടുത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫങ്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും, രണ്ടാമത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും. സോറി, ആ പ്രോഗ്രാം ഇതാണ് നോക്കട്ടാ. ആ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി, ഞാൻ സ്ലൈഡ് മാറ്റാൻ മറന്നു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഗ്രീറ്റ് നെയിംസ് ഉണ്ട്, അവിടെ ആർബിട്രറി പാരാമീറ്ററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, നെയിംസ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ നെയിം വെച്ചിട്ട് എന്ത് ചെയ്യാൻ, നെയിംസിൻ്റെ സൈസ് എടുക്കും. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ ഒന്നാക്കിയിട്ട് എന്ത് ചെയ്യും, മോണിക്ക പ്രിൻ്റ് ചെയ്യും. രണ്ടാമത്തെ വാല്യൂ ആകുമ്പോൾ ലൂക്ക പ്രിൻ്റ് ചെയ്യും. മൂന്നാമത്തെ വാല്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റീവ് ജോൺ പ്രിൻ്റ് ചെയ്യും. നാലാമത്തെ വാല്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും, ജോൺ പ്രിൻ്റ് ചെയ്യും. അഞ്ചാമത്തെ വാല്യൂ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ അതാണ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പൈത്തണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസാണ് എന്ത്. അതിന് ഓരോന്നിനും ഓരോ ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എന്ത് ഓൾറെഡി എന്താണ് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഈ ഫംഗ്ഷൻ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് എന്ത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നുള്ളത്. ഒന്ന് ഇവാലുവേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഇവാലൊക്കെ ഞാൻ കുറച്ച് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണ്, ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. അതേപോലെ ABS ഫംഗ്ഷൻ എന്നുള്ള അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. അതെന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട്, ഇപ്പോൾ മൈനസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ എന്ത് ചെയ്യും, നമുക്ക് പാസ് ചെയ്യും. റിട്ടേൺസ് ട്രൂ ഇഫ് എനി ഐറ്റം ഇൻ ഐട്രബിൾ ഒബ്ജക്റ്റ് ഇസ് ട്രൂ. അതായത് ഒരു ഫോർ ലൂപ്പിലോ അതിനെന്തെങ്കിലും ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യാറ്, ട്രൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ബൈറ്റ്സ് റിട്ടേൺ ചെയ്യാൻ ബൈറ്റ് ഒബ്ജക്റ്റ്, ഒരു ബൈറ്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇൻപുട്ട് അലവിങ് യൂസർ ഇൻപുട്ട്, യൂസറിന് ഡാറ്റ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് റിട്ടേൺ ആൻഡ് ഇൻറ്റിജർ നമ്പർ. പ്രിൻറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. റേഞ്ച് റിട്ടേൺസ് എ സീക്വൻസ് ഓഫ് നമ്പർ സ്റ്റാർട്ടിങ് 0 ആൻഡ് ഇൻക്രിമെൻറ്റ്സ് ബൈ 1. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെ എന്തെങ്കിലും റിട്ടേൺ ചെയ്യും. അങ്ങനെ ഒരു അറേ ഇൻഡെക്സ് 0 മുതൽ ഇപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ ഒരു റേഞ്ചിലുള്ള ഒരു സംഭവം എന്തെങ്കിലും റിട്ടേൺ ചെയ്യും. റൗണ്ട് ചെയ്യ നമ്പർ. ഇപ്പോൾ 4.9 ഒക്കെ കിട്ടുകയാണെങ്കിൽ റൗണ്ട് ആയിട്ട് നമുക്ക് 5 എന്നുള്ളത് നമുക്ക് കിട്ടും. റിട്ടേൺസ് ചെയ്യാൻ റിവേഴ്സ്ഡ് ഐട്രേറ്റർ, ഒരു ഐട്രേറ്ററിൻ്റെ എന്ത് ചെയ്തു റിവേഴ്സ് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അറേ ഞാൻ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. റിവേഴ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇത് അത്രയാണ് എന്ത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് റിക്കേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. റിക്കേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. റിക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം എന്താ, റിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് സംതിങ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്. എ ഫിസിക്കൽ വേൾഡ് എക്സാമ്പിൾ കുഡ് ബി പ്ലേസ് ടു പാരലൽ മിറേഴ്സ് ഫേസിങ് ഈച്ച് അതർ. എനി ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ദം വുഡ് ബി റിഫ്ലക്റ്റഡ് റിക്കേഴ്സീവ്ലി. അത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നതാണ് എന്ത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിക്കേഴ്സീവ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ണാടി രണ്ട് കണ്ണാടി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇമേജ് എന്ത് ചെയ്യും,
ഈ കണ്ണാടിയുള്ള ഇമേജ് ഈ ഇമേജ് കാണും, അങ്ങനെ അങ്ങനെ പോകില്ല. നമ്മൾ ഒരു മോർച്ചറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അതന്നെ ആ സെയിം ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്ന പറഞ്ഞ പേരാണ് എന്ത്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രേ ഉള്ളൂ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് ഡെഫ് റിക്കേഴ്സ്, എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ആ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്ത്. അപ്പോൾ എന്നിട്ട് ആ ഈ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ഈ റിക്കേഴ്സിനെ കോൾ ചെയ്യും. അവിടെ പോയി കഴിഞ്ഞാൽ റിക്കേഴ്സ് വീണ്ടും അതിനെ കോൾ ചെയ്യും. അപ്പോൾ ഫാക്ടോറിയലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്നുള്ള ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യൽ. ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എൻ ഇൻഡിജർ നമ്പർ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദ ഇൻഡിജേഴ്സ് ഫ്രം 1 to that നമ്പർ. അപ്പോൾ പ്രോഗ്രാം ഡിപ്പെൻഡബിൾ ആണ്. അതായത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്നിട്ട് ഓപ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ചെയ്യും സെയിം ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നതാണ് എന്ത്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ഫാക്ടോറിയൽ എക്സ് എന്നിട്ട് എന്ത് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് കൊടുത്തു ഇഫ് എക്സ് ഈക്വൽ ടു 1 റിട്ടേൺ 1 എൽസ് റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ടോറിയൽ. കണ്ട സെയിം ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. ഒരു വാല്യൂ എന്താ x-1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നതാണ് എന്ത്, ഫാക്ടോറിയൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നതാണ് എന്ത്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി യൂസിങ് ഗ്ലോബൽ വേരിയബിൾ, എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വിളിക്കുന്നതിനാണ് എന്ത്, ഫംഗ്ഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. ഗ്ലോബൽ വേരിയബിൾ അതായത് ഗ്ലോബലായിട്ടൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല, ഫംഗ്ഷൻ്റെ പുറത്താണ് എന്തുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ വേരിയബിൾസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എവരി വൺ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലായിടത്തും ഫംഗ്ഷൻ്റെ ഉള്ളിലും ഫംഗ്ഷൻ്റെ പുറത്തൊക്കെ എന്ത് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ നോക്കി എക്സ് ഈക്വൽ ടു ഓസം എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു, പൈത്തൺ ഈസ് എക്സ്, എന്നിട്ട് മൈ ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് എന്ത് എക്സ് എന്നുള്ള വാല്യൂ ഇവിടെ ഗ്ലോബലായി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, എക്സ് നമുക്ക് എന്ത് ചെയ്യും, പ്രിൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇനി എക്സാമ്പിൾ നോക്കി എക്സാമ്പിൾ നോക്കാം. അതാണ് എക്സാമ്പിൾ. അപ്പോൾ എക്സ് ഈക്വൽ ടു ഓസം എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, ഓസമാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും കൊടുത്തു എക്സ് ഈക്വൽ ടു ഫാൻറ്റാസ്റ്റിക്. ഇവിടെ ഈ എക്സും സെയിം അല്ല, കാരണം ഇത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ് ആണ്, മറ്റേത് ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താവും, ഫാൻറ്റാസ്റ്റിക് ആവും. അപ്പോൾ എന്താവും, പൈത്തൺ ഈസ് ഫാൻറ്റാസ്റ്റിക് എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷനെ പുറത്ത് വരും. പൈത്തൺ ഫംഗ്ഷൻ്റെ പുറത്ത് വരുമ്പോൾ ഈ എക്സ് ഫാൻറ്റാസ്റ്റിക് എന്നുള്ള എക്സിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമും അവിടെ തീർന്നു. പിന്നെ വരൽ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ എന്താണ്, ഗ്ലോബലായിട്ട് കൊടുത്ത ഓസമാണ്. അപ്പോൾ എന്താണ്, പൈത്തൺ ഈസ് ഓസം. അവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് എന്തൊരു ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ആ പ്രോഗ്രാമിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആ വാല്യൂ എന്ത് ചെയ്യില്ല, മാറില്ല. പക്ഷേ ഇവിടെ നോക്കി, ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാണ്. ഇത് ഗ്ലോബൽ ഫസ്റ്റത്തെ എക്സ് ഗ്ലോബൽ വേരിയബിളും രണ്ടാമത്തെ എക്സ് എന്താണ്, ലോക്കൽ വേരിയബിളാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രയോറിറ്റി കൊടുക്കൽ ലോക്കൽ വേരിയബിളിലേക്ക്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗ്ലോബൽ വേരിയബിളിനെ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. അപ്പോൾ പൈത്തൺ, അപ്പോൾ ഇതാണ് പറയുന്നത് എന്തല്ലോ ഒരു ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലോബൽ വാല്യൂ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് എന്ത്, ഗ്ലോബൽ എന്നുള്ളത്. ഇവിടെ ഞാൻ കൊടുത്തിട്ട് നോക്കുന്നത് ഡെഫ് മൈ ഫംഗ്ഷൻ ഗ്ലോബൽ എക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ ഒരു ഗ്ലോബൽ വാല്യൂ ആവും, ലോക്കൽ വേരിയബിളായി മാറില്ല. അത് എവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ആ ഫാൻറ്റാസ്റ്റിക് എന്നുള്ള തന്നെ എന്തേ ഉള്ളൂ, പ്രിൻറ്റ് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ വാല്യൂ എന്താക്കിയിട്ട് കിട്ടും, ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് അത് എന്താ ഓട്ടോമാറ്റിക് എന്താവും, ഗ്ലോബൽ വേരിയബിളായി മാറും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എൻ്റെ ഇത് പറയണമെങ്കിൽ ഇതും നോക്കാൻ മറന്നുപോയി, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 3rd മൊഡ്യൂൾ വരെ നമ്മൾ ഏകദേശം ഫിനിഷ് ആയിക്കണ്. ഇനി 2 മൊഡ്യൂളും കൂടിയാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ നോക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നോട്ട് എന്ത് ചെയ്യുക, ഇത് വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടായിട്ട് എനിക്ക് എന്ത് ചെയ്യുക, അയച്ചു തരിക കേട്ടോ.